പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനുഷ്യനായി ജന്മമെടുത്ത എല്ലാവർക്കും ഉള്ള ഒരു വിചിത്രമായ സ്വഭാവമാണ്, സർവ്വസാധാരണമായ ഒരു സ്വഭാവമാണ് കള്ളം പറയുക എന്നുള്ളത്. കള്ളം പറയാത്തതായി ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാവുകയില്ല. എന്തിനെങ്കിലുമൊക്കെയായി ചെറിയ കാര്യങ്ങൾക്കായാലും വലിയ കാര്യങ്ങൾക്കായാലും ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ചിലതൊക്കെ നേടിയും നഷ്ടപ്പെട്ടും സന്തോഷിച്ചും സഹതപിച്ചുമൊക്കെ കഴിയാത്തവരായി ആരും ഉണ്ടാവത്തില്ല. അത് മനുഷ്യൻ്റെ ജന്മസിദ്ധമായ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് ആരും കള്ളം പറഞ്ഞു എന്ന് പരിതപിക്കാനോ വിഷമിക്കാനോ ഒന്നും പോവാറില്ല. അതെല്ലാം അങ്ങനെ പലതരത്തിലായി കടന്നു പോകാറുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചൊരു കഥയുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകൾ വളരെ വികൃതമായ കള്ളങ്ങൾ പറയും. അതായത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി മറ്റുള്ളവരിലേക്ക് വേദനകൾ കൃത്യമായി എത്തിക്കണം, അല്ലെങ്കിൽ അവരുടെ വാശി തീരണം എന്നൊരു താല്പര്യത്തോടു കൂടി കള്ളം പറയുന്നവരുണ്ട്. അത് വളരെ വികൃതവും വളരെ അപകടകരവുമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ മനുഷ്യന് സത്യം എന്ന ഒരവസ്ഥയ്ക്ക് എപ്പോഴും 16 വയസ്സ് തന്നെയാണ്. അതൊരിക്കലും മാറുകയില്ല. അതിന് യൗവനം തന്നെയാണ്. എപ്പോഴെങ്കിലും അത് തെളിഞ്ഞു വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം പണ്ട് പഠിച്ചൊരു മറന്നൊരു കഥയുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാവരും ആഹ്ലാദത്തോടെ വായിച്ചതാണ്. എങ്കിലും ഒന്നുകൂടി കേട്ട് നോക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നതുകൊണ്ട് പറയുകയാണ്. നമ്മുടെ മുഗൾ ചക്രവർത്തിമാരിൽ മൂന്നാമനായ അക്ബർ ചക്രവർത്തി നീതിമാനായ ചക്രവർത്തിയായിരുന്നു. തൻ്റെ ഭരണകാലത്ത് എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പ്രശസ്തനായ ചക്രവർത്തി. അതുകൊണ്ട് തന്നെ അക്ബർ ചക്രവർത്തിയെ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്നുമുണ്ട്. ആ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരു ദിവസം 2 അമ്മമാർ ഒരു കുഞ്ഞിനെയും പൊക്കിയെടുത്തുകൊണ്ട് വന്നു. രണ്ടുപേരും ഉറക്കത്തിൽ ഉച്ചത്തിൽ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ഇതെൻ്റെ കുഞ്ഞാണ്, രാജാവ് നീതി നടപ്പാക്കി തരണമെന്ന്. ഇത് കണ്ടപ്പോൾ രാജാവിന് വിചിത്രമായി തോന്നി. ഒരു കുഞ്ഞിന് എങ്ങനെയാണ് 2 അമ്മമാരുണ്ടാവുന്നത്? അപ്പോൾ ഇതിലേതോ ഒന്ന് കള്ളം തന്നെയാണെന്ന് രാജാവിന് മനസ്സിലായെങ്കിലും ഏതമ്മയാണ് എന്ന് നിശ്ചയിക്കാൻ രാജാവിന് അത്ര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാജാവ് ബുദ്ധിമാൻ ആയിരുന്നേയില്ല. രാജാവിന് പാരമ്പര്യമായി കിട്ടിയതാണ് രാജപദവി. അപ്പോൾ രാജാവിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ രാജാവ് തൻ്റെ ബുദ്ധിമാനായ ബിർബൽ എന്നൊരു മന്ത്രിയെയാണ് നിയോഗിച്ചിരുന്നത്. അപ്പോൾ രാജാവ് ഉടനെ ആളെ അയച്ച് ബിർബലിനെ വിളിപ്പിച്ചു. ബിർബൽ വന്നപ്പോൾ കൊട്ടാരത്തിൽ ബഹളം നടക്കുകയാണ്. 2 അമ്മമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെ പിടിച്ചു വലിച്ച് എൻ്റെ കുട്ടി എനിക്കിതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ബിർബലിനും സംഗതി വളരെ പിശകാണെന്ന് മനസ്സിലായി. പക്ഷേ ബുദ്ധിമാനായ സമർത്ഥനായ ബിർബൽ ഒന്നും പറഞ്ഞില്ല. കുറേ നേരം അത് നോക്കി നിന്നു. 2 സ്ത്രീകളെയും ഓരോരുത്തരെയും രഹസ്യമായി വിളിച്ച് സംസാരിച്ചു നോക്കി. പക്ഷേ ഒന്നും നടക്കും എന്ന ഒരു തീരുമാനവും നടക്കുമെന്ന് അയാൾക്ക് തോന്നാത്തത് കൊണ്ട് തന്നെ ബിർബൽ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഈ കുട്ടി നിങ്ങൾക്ക് 2 പേർക്കും ആവശ്യമാണെങ്കിൽ 2 പേർക്കും തരാം, നമുക്ക് കുട്ടിയെ 2ആയി വിഭജിച്ചിട്ട് 2 പേർക്കും തരാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ യഥാർത്ഥ അമ്മയ്ക്ക് വല്ലാതങ്ങ് നെഞ്ചു പിടഞ്ഞു. അമ്മ മനസ്സാണ് ശരിക്കും പിടയും. തൻ്റെ കുഞ്ഞിനെ മുറിക്കണ്ട എന്നൊരു ഭാവം അവരുടെ മനസ്സിലുണ്ടായി. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനെ മുറിക്കണ്ട, ആ കുഞ്ഞ് എവിടെയെങ്കിലും സന്തോഷമായി വളർന്നോട്ടെ, ആ കുഞ്ഞിനെ അവർക്ക് തന്നെ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞപ്പോൾ ബിർബലിന് മനസ്സിലായി ഇവരാണ് യഥാർത്ഥ അമ്മ എന്ന്. അങ്ങനെ യഥാർത്ഥ അമ്മക്ക് കുഞ്ഞിനെ കിട്ടുകയും മറ്റേ സ്ത്രീക്ക് അവർക്ക് പറഞ്ഞതിലുള്ള ആ ചാണ്ഡ്യത അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ രാജസദസ്സ് പിരിഞ്ഞപ്പോൾ രാജാവ് എല്ലാവരോടുമായിട്ട് ഒരു വിളംബരം ചെയ്തു. അമ്മയാണ് ജനനി. ജനനി എന്ന വാക്കിനർത്ഥം ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജനനിക്ക് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ ഏത് സാഹചര്യത്തിലായാലും ആർക്കും വിട്ടുകൊടുക്കാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാം നമ്മളുടെ പ്രകൃതിദേവിയായ ജനനിക്ക് നമ്മുടെ ഗുരുദേവൻ ഒരു ട്രിബ്യൂട്ട് നൽകിയിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. മീനായതും ഭവതി മാനായതും ജനനി, നീനാഗവും നഖഖം താനായതും ധര, നദീനാരിയും നരനുമാ നാഗവും നരകവും, നീനാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി. ഹേ നാദരൂപിണിയഹോ നാടകം നിഖിലവും
എത്ര മനോഹരമായിട്ടാണ് ഗുരുദേവൻ ഭൂമിദേവിക്ക് ആ ജനനി എന്ന പദവി നൽകിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.